Hi dear students. So finally നമ്മള് ജാമിയ മാർച്ച് 2025 റിസൾട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് 100% പാസ് പെർസെന്റേജ് ഉണ്ടായിരുന്നു. ഫൈനലി അതിന്റെ സർട്ടിഫിക്കറ്റ്സും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സോ ജസ്റ്റ് റിസൾട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്, നമുക്കറിയാം നമ്മുടെ അവിടെ ജോയിൻ ചെയ്ത ഒരാളെയും നമ്മൾ തോൽക്കാൻ അനുവദിക്കാറില്ല. എല്ലാവരും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പാസ്സാക്കാറുണ്ട്. ഇപ്രാവശ്യം തന്നെ നമുക്ക് 100% എന്തുണ്ട്, പാസ് പെർസെന്റേജ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഈ ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു സർട്ടിഫിക്കറ്റിൽ ഒരുപാട് ആളുകൾക്ക് നമുക്കറിയാം ജാമ്യയുടെ കേസിൽ പാസിംഗിന് 3 ക്രൈറ്റീരിയ ഉണ്ട്. നമുക്ക് 33% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ തേർഡ് ക്ലാസ്സും 45% മുകളിൽ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ക്ലാസ്സും 60% മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സും 75% മുകളിൽ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരുപാട് കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ഉണ്ട്. ഏതായാലും ഇതിൽ ഏതിൽ പെട്ടായാലും 33 താഴേക്കാരും ഫെയിലായി, ബാക്കിയുള്ളതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക. സോ എല്ലാവർക്കും വിജയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. ഓക്കെ, നമ്മളടുത്ത് എഫേർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ റിസൾട്ട് കണ്ടിട്ടുണ്ട്, എല്ലാവരും തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. സോ അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കുറച്ച് സർട്ടിഫിക്കറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനിയും കുറച്ച് സർട്ടിഫിക്കറ്റ് കൂടെ എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് വരാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടിയ സർട്ടിഫിക്കറ്റ്സ് എന്ത് ചെയ്യും, നിങ്ങളുടെ അഡ്രസ്സിലൂടെ നമ്മൾ കൊറിയർ ചെയ്ത് തരും. ഓക്കെ, സോ എല്ലാവർക്കും ഒരു തവണ കൂടെ കൺഗ്രാചുലേഷൻ. സോ ഓൾ ദ ബെസ്റ്റ്.